ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് തിരുവാതിരയാണ് കേട്ടോ. ഈ വീഡിയോ എത്തുമ്പോഴേക്കും തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അമ്മയും കൂടി വൈകുന്നേരമായി തുടങ്ങി. ഇവിടെ ശിവൻ്റെ അമ്പലമുണ്ട് ലേക്ക് ഷോറിൽ. അപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എല്ലാവർക്കും തിരുവാതിരാശംസകൾ. അതെ, എല്ലാവർക്കും തിരുവാതിരാശംസകൾ. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കണ്ടു വരുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തും. തിരുവാതിര ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇളനീര് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇളനീര് കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അമ്മയുള്ള കാരണം ഒന്നും അറിയേണ്ടി വന്നില്ല കേട്ടോ. സാധനം മാത്രം ഇങ്ങനെ മേടിപ്പിച്ച് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്തത്. എന്താ ചെയ്യണത് നോക്കട്ടെ. എവിടെ എത്തി അമ്മ കുക്കിംഗ് ഒക്കെ? ഇന്നത്തെ സ്പെഷ്യല് കടല കാണുന്നില്ലല്ലോ. അരച്ചിട്ടമ്മ അതോ വെറുതെയോ? നല്ല തേങ്ങ ചതച്ചിട്ടിട്ട് ജീരകം ഉള്ളി ഇത് കേരള സ്റ്റോറിന്ന് മേടിപ്പിച്ചതാട്ടോ. വീക്കെൻഡിലാണ് ഇവിടെ കിട്ടുക കേരള സ്റ്റോറിൽ. ഇതൊരു കിലോ കേട്ടമ്മ. മുഴുവൻ എടുക്കണം. എങ്ങനെയാണ്? പിന്നെ വേറൊരു മോഡലിൽ ഉണ്ടാക്കാം. അപ്പുറത്ത് മുതിര വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. മുതിരയും കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ട്. പിന്നെ കൂവയിലമ്മ. വാഷിംഗ് മെഷീൻ ഓണായതിൻ്റെ ശബ്ദമാണോ കേൾക്കുന്നത്? നല്ലൊരു ശബ്ദമല്ലേ ഇതിൻ്റെ കണക്ക് കണക്ക് എന്ന് പറയണേ. വേറെ എങ്ങനെയൊക്കെ അമ്മ പുഴുക്കുണ്ടാക്കുക തിരുവാതിരക്ക്? പിന്നെ എല്ലാവിധ കിഴങ്ങ് വർഗ്ഗങ്ങളും ചേർത്തിട്ട് ചേമ്പ്, കാവത്ത്, കപ്പ, ചെറുകിഴങ്ങ്, എനിക്ക് ചെറുപയറ്, കടല, വൻപയറൊക്കെ ഇട്ടിട്ട് കൂർക്ക ചേർക്കും, മധുരക്കിഴങ്ങ് ചേർക്കും. അതാണ് കിട്ടണ. ഇവിടെ കിട്ടുമല്ലോ. പിന്നെ നമുക്കിത് മതി വിചാരിച്ചു. മറ്റേ നമ്മുടെ അടുത്ത് മധുരക്കിഴങ്ങ് എപ്പോഴും ഉണ്ടാവില്ല അമ്മ. പിന്നെ ഈ രണ്ട് കോമ്പിനേഷൻ ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ട് വലിയ കടല. കടലയിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ചെറുതാദ്യം വേവിക്കട്ടോ. മതിയാവുമല്ലമ്മ. ഇത് വേവിക്കട്ടെ. ഇടിച്ചക്ക ഉപ്പേരി അച്ഛനൊക്കെ വേണ്ടിയിട്ടുണ്ടോ. ഏട്ടൻ്റെ അച്ഛന് വേണ്ടി ഇടിച്ചക്ക ഉപ്പേരിയാണ്. ഇടിച്ചക്ക ഉപ്പേരി ഉണ്ട്.
ആദ്യം വന്നിട്ടുണ്ടമ്മ. അതൊന്ന് ജസ്റ്റ് വെള്ളം കൊണ്ട് വെറുതെ ഒന്ന് കഴുകി വെച്ചോട്ടെ ഫ്രിഡ്ജിൽ. ഇടിച്ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളികൾ നന്നാക്കുകയാണ് ഗൈസ്. ഇത് നമുക്കല്ലല്ലോ അമ്മ, അല്ലാതെ ഊണഴിക്കുന്ന ചോറും ഇത് അച്ഛനും ഏട്ടനും ഒക്കെ വേണ്ടിയിട്ട്. ഞാനും കൂടി കൊടുക്കട്ടെ, വീഡിയോ എടുക്കുന്ന കാരണം എനിക്കിന്ന് ഒഴിവാണ്. പൂള വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോഴാണ് അമ്മ കഷ്ണങ്ങളാക്കിയത് അതൊക്കെ ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഉപ്പിടുക എന്ന് പറഞ്ഞത്. ഇത് പച്ചയ്ക്ക് തിന്നാൻ നല്ല രസമല്ലേ ഈ പൂളയൊക്കെ. പുഴുക്കിൻ്റെ കൂടെ ഇടാൻ ഇവിടെ ഒരു വിധമൊക്കെ കിട്ടണ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഇത് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൂർക്കയും മധുരക്കിഴങ്ങും ബാക്കിയുള്ള ചേമ്പും ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങനെ തോന്നുക അതും കൂടിയും കുറച്ചൊക്കെ മേടിച്ചിട്ട് ചെയ്യായിരുന്നു തോന്നി. ഇനി എപ്പോഴെങ്കിലും ഒന്നും കൂടെ ഉണ്ടാക്കണം അങ്ങനെ. അമ്മ പോണതിൻ്റെ മുന്നേ ഇത് കൂവ വരകാനുള്ളതല്ല, അതിലേക്ക് ഇടാനുള്ള നാളികേരം. കൂവ വരകുമ്പോഴേ അതിലേക്ക് ഇടാനുള്ള നാളികേരക്കൊത്ത്. കടല ഇങ്ങനെ നല്ല വെന്തോണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇടത്തെ കൈ വെച്ചിട്ടാണ് കേട്ടോ അമ്മ അരിയിലും അതൊക്കെ ചെയ്യുക. രണ്ട് കൈ കൊണ്ട് പറ്റും, പക്ഷേ അമ്മയ്ക്ക് കത്തിയൊക്കെ പിടിക്കാൻ എപ്പോഴും ഇടത്തെ കൈയാണ് അമ്മ യൂസ് ചെയ്യുക. നമ്മുടെ കൂവപ്പൊടി അല്ല, ഇതല്ല കൂവപ്പൊടി, ഇതാണ് കൂവപ്പൊടി. ഇങ്ങനെ അളവുണ്ടമ്മ? ഇതിന് നമുക്ക് രണ്ടാൾക്കും കൂടി ഇതിന് ഒരു 1/2 ഗ്ലാസ് മതിയാവും പൊടി. അതിലൊരു ഏകദേശം 4 ഇരട്ടി വെള്ളം എടുക്കണം. പൊടി പൊടി എടുക്കണേന് 4 ഇരട്ടിയില്ലേ? നല്ല കട്ടിയുള്ള പാത്രം, ചോട് നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഉരുളിയിൽ അങ്ങനെയൊക്കെ. ഇത് നല്ല വെയിറ്റും കട്ടിയൊക്കെ ഉള്ള പാത്രം കേട്ടോ. ഇതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെയല്ല അമ്മ? കൂവ വരകിയതൊക്കെ അതൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു അളവെന്ന് വേണം, അതൊന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് വേണം ശർക്കര ഉരുട്ടാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കട്ടയൊക്കെ അടച്ചതിന് ശേഷം കൂവയിലേക്ക് വേണ്ടിയിട്ട് നാളികേരം ചിരകുകയാണ് കേട്ടോ. ചിരകിയിട്ടിടുണ്ട്, കഷ്ണം മുറിച്ചിട്ടിടുണ്ട്. ശർക്കര പാനിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ അരിച്ചിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറിയ ശേഷം കലക്കി വെച്ച കൂവപ്പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരൊറ്റ കട്ടയാണ്ട് കിട്ടും. അതുകൊണ്ട് തന്നെ തീ കുറച്ചിട്ട് പതുക്കെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാക്കൊത്താണ് ഈ കൂവ വിരകിയതിൽ ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത്. അതിങ്ങനെ കടിച്ചിട്ട്
അത് കഴിക്കുമ്പോഴാണ് നല്ല രുചി വരിക കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലൂടെ അതിങ്ങനെ കാണുമ്പോൾ അത് വേറൊരു രസം. ഉണ്ണിക്ക് അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയോട് ഞാൻ പറയും ഇത് ജെല്ലിയാണ്, നാടൻ ജെല്ലിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇത്തിരി നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഉഷാറാവുക നമ്മുടെ കൂവ വിരകിയത് അല്ലെങ്കിൽ കൂവ പായസം. നെയ്യിടുമ്പോൾ കൂവ വിരകിയതിന് നല്ലൊരു തിളക്കം കൂടിയും കിട്ടും കേട്ടോ, നല്ലൊരു ഷൈൻ കൂടിയും കിട്ടും. അപ്പോൾ നമ്മുടെ കൂവ വിരകിയത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാനും അമ്മയും രാവിലെ കഴിച്ചത്. നമ്മുടെ കയ്യിലുള്ള ശർക്കരേൻ്റെ കളറിനനുസരിച്ച് കൂവ വിരകിയതിൻ്റെ കളറും ചേഞ്ച് ആവും കേട്ടോ. ഇതൊരു അധികം കളറില്ലാത്ത ശർക്കരയാണ്, അതാണ് ഈ കളറിലിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നേരിയ മധുരവും മതി. അങ്ങനെ ഞാനും അമ്മയും കൂവപ്പായസമൊക്കെ കഴിച്ച് അമ്മ ചെറുപ്പത്തിലുള്ള അമ്മേൻ്റെ തിരുവാതിര വിശേഷങ്ങളും മുത്തശ്ശീൻ്റെ കഥകളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും അമ്മ പോയി കഴിഞ്ഞാൽ. 2 മാസം പോയത് അറിയണില്ല, ഏകദേശം 2 മാസം ആവാറായി അവരിപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പുഴുക്കിൻ്റെ പൂളയൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ വന്നിട്ട്. അപ്പോൾ ഞാൻ അവിടെ ക്യാമറ വെച്ച് പോയതായിരുന്നു. എല്ലാ തവണയും ഞാൻ പട്ടാമ്പിയിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ കൂവപ്പൊടി ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നിറയെ കിട്ടുമല്ലോ ഈ കൂവയൊക്കെ, പാലക്കാട് പട്ടാമ്പി. അപ്പോൾ അവിടെ നിന്നാണ് അധികം കൊണ്ടുവരാറ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഞാനത് കൊണ്ടുവന്നിട്ടില്ല ഈ പ്രാവശ്യം വന്നപ്പോൾ. പിന്നെ അമ്മ ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇടിച്ചക്ക അധികം ഇങ്ങനെ തന്നെയാണ് വെക്കുക, നാളികേരം ചേർത്ത് അധികം ഉണ്ടാക്കാറില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇടിച്ചക്കേൻ്റെ ഉപ്പേരി. നോർമൽ കടുക് പൊട്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇടിച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ നമ്മുടെ പരിപാടി കഴിയും. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നതല്ല കേട്ടോ, ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. അങ്ങനെ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ സെറ്റായി. ഇനി അടുത്തത് പുഴുക്കിലേക്കുള്ള കൂട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ, നാളികേരമൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ നാളികേരും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് ഒന്ന് ചതച്ചെടുക്കണത്. ഇതിൽ ജീരകമൊക്കെ വേണമെങ്കിൽ ചേർക്കാം, ഇപ്പം ഞങ്ങൾ ചേർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളി എന്തായാലും നമ്മൾ നോൽമ്പ് ഉപവാസമൊക്കെ ആകുമ്പോൾ ചേർക്കില്ലല്ലോ. കടലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൂള അന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഞങ്ങളിങ്ങനെ തന്നെയാണ് വെച്ചത്, ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടേ ഉള്ളൂ. നല്ല പൂളയായിരുന്നു കേട്ടോ, അമ്മ പറയുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പൂളാന്ന്. പിന്നെ അതിലേക്ക് നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. ഉച്ചക്കത്തെ വിഭവമാണ് കേട്ടോ ഇത്. അങ്ങനെ 1 മണി 1:30 ആയപ്പോഴേക്കും ഞങ്ങളത് കഴിക്കാനിരുന്നു കേട്ടോ. നമ്മൾ പുഴുക്കും നേന്ത്രപ്പഴവും ചുട്ട പപ്പടവും പിന്നെ കൂവ വിരകിയതും ഇരിക്കുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട്. ഗോതമ്പിൻ്റെ കഞ്ഞി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയില്ല, അങ്ങനെ കഞ്ഞി കുടിക്കണമെന്ന് തോന്നിയില്ല കേട്ടോ. ഇതന്നെ വയറ് നിറയാൻ മാത്രം ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് വന്നത്, ഞാൻ പറഞ്ഞല്ലോ. മോളൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ സ്കൂൾ വിട്ട് വന്ന സമയത്താണ് നമ്മൾ ഇറങ്ങണത്. അപ്പോൾ പിന്നെ ഇനി ക്ഷീണാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൂട്ടിയില്ല കേട്ടോ.
തൊഴുതൊക്കെ വന്നു കേട്ടോ. എങ്ങനെ ഇതിന് ശബ്ദം അടിച്ചിട്ടുണ്ട്, ചുമയാണ് ഗൈസ്. എങ്ങനെയുണ്ടാവും ഇവിടുത്തെ അമ്പലം? നാട്ടിലത്തെ അമ്പലങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇവിടുത്തെ രീതികളൊക്കെ. കുറച്ച് നേരമൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ ഇത്തിരി അങ്ങോട്ട് നടന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഏകദേശം പോകാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഊബർ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ തിരുവാതിര ഇവിടെ തീരാൻ പോവാണ്. അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് തൊഴുതു. ഇവിടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മയച്ചനൊക്കെ പണ്ട് വന്നിട്ടുണ്ട് ഈ അമ്പലത്തിൽ. ഇത് ഉണ്ണീൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ലേക്ക് ഷോറിലാണ് കേട്ടോ പലാവാം. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ തീരാൻ പോവാണ്. തിരുവാതിരയ്ക്ക് അമ്മ ഉണ്ടായ കാരണം നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ. ബൈ.